ഇപ്പോൾ കൊച്ചി അയ്യൻകുഴിയിൽ നിന്നും ഒരു വാർത്ത വരുന്നു. വീണ്ടും പുക പടർന്നിരിക്കുകയാണ്. നാട്ടുകാർക്ക് ദേഹാസ്വസ്ഥ്യവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാർ അമ്പലമുകൾ റോഡ് ഇപ്പോൾ ഉപരോധിക്കുകയാണ്. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഞ്ജന അനിൽകുമാറുണ്ട് സ്ഥലത്തു നിന്നും. അഞ്ജന അനിൽകുമാർ, എപ്പോഴാണ് ഈ പുക ഉയർന്നത്? എപ്പോഴാണ് നാട്ടുകാർക്ക് ശ്വാസതടസ്സവും ദേഹാസ്വസ്ഥ്യവും അനുഭവപ്പെട്ടു തുടങ്ങിയത്? ഇപ്പോഴെന്താണ് ഈ അമ്പലമുകളിലെ അവസ്ഥ? അരുൺകുമാർ, ഇന്ന് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമാണ് ഈ അയ്യൻകുഴിയിൽ പുക വീണ്ടും ഉയർന്നത്. ഇവിടെ HOCയിൽ നിന്നുമാണ് പുക ഉയർന്നത്. ഈ HOCക്കും BPCLനും ഇടയിലായി ഏകദേശം 48 കുടുംബങ്ങളാണുള്ളത്. ഇന്ന് 6 മണിയോടുകൂടി HOCയിൽ നിന്നും പുക ഉയരുകയായിരുന്നു. ഇപ്പോഴും നമുക്ക് കാണാവുന്നത് പോലെ പുക ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. പലർക്കും ദേഹാസ്വാസ്ഥ്യവും ശ്വാസതടസ്സവും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നാട്ടുകാർ ഇവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അമ്പലമുകൾ റോഡിലാണ്. പലരും വർഷങ്ങളായി ഇവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എത്ര വട്ടം ഇവർ അധികൃതരെ അറിയിച്ചിട്ടും ഒന്നും തന്നെ ഇതിനൊരു പരിഹാരമായിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 9.5 ഏക്കറിൽ 48ഓളം കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങളാണ് ഇത് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മണിയോടെയല്ലേ പുക ഉയർന്നത്? 6 മണിയോടുകൂടിയാണ് ഇവിടുന്ന് വിളി വന്നത്. ഞാൻ നിലവിൽ ഒരു പരിപാടിയിലായിരുന്നു. മെമ്പറും എന്നെ വിളിച്ചു, ഇവിടുന്ന് 2 പേര് വിളിക്കുകയും ചെയ്തു. നിലവിൽ വിളിച്ചപ്പോൾ തന്നെ കമ്പനിയിൽ വിളിച്ചന്വേഷിച്ചപ്പം HOCയിലും അതുപോലെ BPCയിലുമാണ് വിളിച്ചന്വേഷിച്ചത്. അവിടെ രണ്ടിന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നാണ് കമ്പനിയിൽ നിന്ന് നേരിട്ട് വിളിച്ച് പറഞ്ഞത്. അപ്പം ഇവിടെയുള്ള ജനങ്ങൾ വീണ്ടും വിളിച്ചിട്ട് ഇവിടെ പുകയാണ് എന്ന് പറഞ്ഞു. മെമ്പറും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം നിലവിൽ ഇപ്പോഴാണ് എത്താൻ സാധിച്ചത്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 40 വർഷത്തോളമായി ഇവിടെയുള്ള ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നു. ഇവരെ ഈ 2 കമ്പനികളുടെയും ഇടയ്ക്ക് നിന്ന് അതൊരു 9.5 ഏക്കർ സ്ഥലവും ഒരു 42 കുടുംബമാണ് നിലവിലുള്ളത്. അതിൽ പല കുടുംബങ്ങളും ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അതായത് ശ്വാസമുട്ട്, മറ്റുള്ള അസുഖങ്ങൾ, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ചെറുതിലെ തന്നെ അസുഖങ്ങളും കാര്യങ്ങളും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ കുറച്ച് പേരൊക്കെ തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശം എങ്ങനെയെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഇവരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. കാരണം ഇവർ എല്ലാവരും തന്നെ സാധാരണക്കാരായ കുടുംബങ്ങളാണ്. അവരെ ഈ ഒരു ദുരിതത്തിൽ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് പഞ്ചായത്ത്, ഞങ്ങൾ ഭരണസമിതി മെമ്പർ ഇവിടെ ഉണ്ട്. എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ മെമ്പർ ഇവിടെ ഓടിയെത്താറുണ്ട്. ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവരുടെ സ്ഥലം ഒന്ന് എടുത്ത് ഇവരെ ഒഴിപ്പിച്ച് കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അരുൺ, ഇത്രയും വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ സ്ഥലത്ത് നിന്ന് ഇവരെ ഒന്ന് മാറ്റി താമസിപ്പിക്കണം, അല്ലെങ്കിൽ ഈ സ്ഥലം ഒന്ന് ഏറ്റെടുക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. വർഷങ്ങളായി ഇവർ ദുരിതം അനുഭവിക്കുകയാണ്. ചെറുപ്പത്തിലെ തന്നെ അയ്യൻകുഴിക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ അധികൃതരിലേക്ക് എത്തിക്കുകയും ചെയ്താണ്. ഇപ്പോൾ വീണ്ടും പുക ഉയർന്നതോടെ വലിയ പ്രതിസന്ധിയാണ്. ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ അവിടുത്തുകാർക്ക് അനുഭവപ്പെടുന്നു. നാട്ടുകാർ ഇപ്പോഴും അമ്പലമുകൾ റോഡ് ഉപരോധിക്കുകയാണ്. അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്.